ഇന്ന് ഒക്ടോബർ 5, 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് സ്ത്രീ 2 അപ്ഡേറ്റ് ആണ്. ഈ 2024 വർഷത്തിലെ കൽക്കിക്ക് ശേഷം ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമ ആമസോൺ പ്രൈമിലൂടെ ഒരാഴ്ച മുന്നേ റെന്റ് ഓപ്ഷനിൽ OTT റിലീസ് ചെയ്തിരുന്നല്ലോ. ഈ വരുന്ന ഒക്ടോബർ 10-ാം തീയതിയോ 11-ാം തീയതിയോ സിനിമ റെന്റ് ഓപ്ഷനിൽ അല്ലാതെ ആമസോൺ പ്രൈമിന്റെ എല്ലാ വരിക്കാർക്കും കാണാവുന്ന രീതിയിൽ ലഭ്യമാകുന്നതാണ്. ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമ പിന്നീട് 1-2 മാസങ്ങൾക്കുള്ളിൽ തമിഴ്, തെലുഗു ഭാഷകളിലും OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീ 2വിനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയ മറ്റൊരു ബോളിവുഡ് സിനിമയായിരുന്നല്ലോ അക്ഷയ് കുമാർ നായകനെത്തിയ കേൽ കേൽ മേ. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഈ വരുന്ന ബുധനാഴ്ച ഒക്ടോബർ 9-ാം തീയതി ഹിന്ദി ഭാഷയിൽ സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ആമസോൺ പ്രൈമിന്റെ മിനി TV സീരീസായ ഹൈവേ ലവിന്റെ 2ാമത്തെ സീസൺ ഇപ്പോഴത്തെ ആമസോൺ MX പ്ലെയർ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സീരീസ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഗരുഡൻ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണല്ലോ. സൂരി, ശശികുമാർ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ മലയാളം ഡബ് വെർഷൻ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ് മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത മറ്റൊരു ഹിന്ദി OTT കണ്ടന്റ് ആണ് കളേഴ്സ് ഓഫ് ലവ് എന്ന സിനിമയുടേത്. C5ലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു C5ന്റെ ഡയറക്റ്റ് OTT ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ദി സിഗ്നേച്ചർ എന്ന സിനിമയുടേതാണ്. അനുപം ഖേർ നായകനെത്തിയ സിനിമ C5ലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിരിക്കുകയാണ്. വീഡിയോയിലെ അവസാന 2 അപ്ഡേറ്റുകൾ ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട 2 സിനിമകളെ കുറിച്ചാണ്. അതിലൊന്ന് കാർത്തി, അരവിന്ദ് സ്വാമി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച മെയ് അഴകൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയുടെ OTT റിലീസ് ഈ ഒക്ടോബർ മാസം അവസാന ആഴ്ച തന്നെ ഉണ്ടാകും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ മെയ് അഴകൻ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിൽ അവസാന അപ്ഡേറ്റ് ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമ കൊണ്ടലിന്റെ അപ്ഡേറ്റ് ആണ്. മികച്ച തുകയ്ക്ക് നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം 1 മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഓണചിത്രങ്ങളിൽ ആദ്യത്തെ OTT റിലീസും ആന്റണി വർഗീസിന്റെ കൊണ്ടൽ എന്ന സിനിമയുടേതാകും. നെറ്റ്ഫ്ലിക്സിലൂടെ വരുന്ന ആഴ്ച ഒക്ടോബർ 10-ാം തീയതി അതല്ലെങ്കിൽ ഒക്ടോബർ 11-ാം തീയതി സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം കൊണ്ടലിന്റെ OTT റിലീസിനായിട്ട്.